മഴയിൽ നിന്ന് വിയർക്കുമ്പോൾ. ഒരു ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതകളിൽ മനുഷ്യന് സ്വാധീനിക്കാൻ കഴിയാത്തവയിൽ കാലാവസ്ഥയും ഉൾപ്പെട്ടിരുന്ന പഴയ പാഠപുസ്തകങ്ങൾ പലരുടെയും ബുക്ക് ഷെൽഫുകളിൽ ഇപ്പോഴും കാണും. അതെ, അതൊരു പഴയ പാഠം. കാലാവസ്ഥയെ സംബന്ധിക്കുന്ന എല്ലാ കീഴ്വഴക്കങ്ങളും കണക്കുകൂട്ടലുകളും നമ്മുടെ കൺമുന്നിൽ മാറി മറിയുകയാണ്. അതും പ്രധാനമായും മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടവയും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നവയുമായ കാലാവസ്ഥാ സംബന്ധിയായ വാർത്തകളെ ഒന്ന് ചേർത്ത് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന പ്രയോഗം വളരെ മൃദുവായ ഒന്നായി അനുഭവപ്പെടും. ശരിയാണ്, പ്രകൃതിയുടെ ഭാവപകർച്ചകൾ മനുഷ്യന്റെ കണക്കുകൂട്ടലുമായി പൂർണ്ണമായും ഒത്തുപോകേണ്ടതില്ല. മനുഷ്യനും പ്രകൃതിക്കുമിടയിൽ ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് നിലനിൽക്കുന്നതിലും നല്ലത് അതാണ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തികച്ചും എക്സ്ട്രീമായ അവസ്ഥാവിശേഷങ്ങളാണ്. വേനലിൽ ജ്വലിക്കുന്ന മഞ്ഞവെയിൽ വഴികളിലേക്ക് മഴയുടെ സ്വർണ്ണ നൂലുകൾ പെയ്തിറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാത്തിരുന്നതും ആസ്വദിച്ചതുമാണ്. കാറ്റ് താരാട്ടും മഴക്കാർ അമ്മയും ഒക്കെ ആയിരുന്ന കാലത്തിന്റെ താളം നോക്കി നിൽക്കുമ്പോൾ കൊടുങ്കാറ്റിലും പേമാരിയിലും ഒക്കെ പെട്ട് ഒഴുകിപ്പോകുന്നു. ഋതുഭേദങ്ങൾ ഭീതി വിതയ്ക്കുകയാണ്. 40 ഡിഗ്രി സെൽഷ്യസിലുമേറെ അന്തരീക്ഷ ഊഷ്മാവ് നിലനിൽക്കുന്ന ഇടത്തേക്ക് മേഘവിസ്ഫോടനം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം മഴയായി പെയ്തു നിറയുമ്പോൾ വെയിലും മഴയും ഒന്നും ആസ്വദിക്കാനാവാത്ത അവസ്ഥയിലേക്ക് ജീവജാലമാകെ കൂപ്പുകുത്തുന്നു. കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനും തയ്യാറെടുക്കുന്നതിനുമൊന്നും ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളെ പോലും അനുവദിക്കാത്ത രീതിയിൽ പ്രകൃതി പ്രതിഭാസങ്ങൾ ചടുലമാവുകയാണ്. അല്ലെങ്കിൽ തന്നെ ഈ വിഷയത്തിൽ ആസൂത്രണമോ ആലോചനകളോ ഒന്നും നമുക്ക് പണ്ടേയില്ല. കൊടിയ വേനൽ ചൂടിൽ നിൽക്കുമ്പോൾ പാഴായി പോകുന്ന വെള്ളത്തെക്കുറിച്ചും മഴവെള്ള സംഭരണത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുകയും മഴക്കാലം എത്തിയാൽ എല്ലാം ശുഭമായല്ലോ എന്ന് ആശ്വസിച്ച് മഴ മാറുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിന്തിച്ചുകൂട്ടിയും കാലം കഴിച്ചതാണ് നമ്മുടെ ഇന്നലകൾ. സർവം സഹയായ ഭൂമിയെ ഇപ്പോഴും നമ്മൾ അന്ധമായി വിശ്വാസത്തിലെടുക്കുന്നു. പക്ഷെ അറിയുക, ഇനിയൊന്നും സഹിക്കാനാവാതെ ഭൂമി മനുഷ്യന്റെ സഹായത്തിനിരക്കുന്ന കാഴ്ചയാണ് ഇന്നിന്റെ യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാൻ തിരിയാത്ത ഭാഷയിലെ ശാസ്ത്രലേഖനങ്ങളൊന്നും തിരയണ്ട. ഒരേ സമയം ജലക്ഷാമം മൂലം നിശ്ചലമാകുന്ന ഹൈടെക് നഗരം ബംഗളൂരുവും മരുഭൂമികൾ കുത്തിയൊലിച്ചു പോകുന്ന പോലെ പേമാരി പെയ്യുന്ന ഗൾഫ് നാടും പാലക്കാട്ടെ ഉഷ്ണതരംഗവുമെല്ലാം ഒറ്റ ഫ്രെയിമിലാക്കി ഒന്ന് കണ്ടാൽ മാത്രം മതി. പറഞ്ഞു വരുന്നത് ജൂൺ 5 പാതയോരങ്ങളിൽ മരത്തൈകൾ നടണമെന്നും മഴവെള്ളം സംഭരിക്കണമെന്നും ഒക്കെയല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാം ചെയ്തോളൂ. പക്ഷേ പരിഹാരത്തിന്റെ വഴികൾ മറ്റു ചിലത് കൂടിയാണെന്നും അറിയണം. ഇത് നമ്മുടെ വഴിയോര കാഴ്ചകളുടെയോ മഴവെള്ള സംരക്ഷണത്തിന്റെയോ മാത്രം പ്രശ്നമല്ല. നമ്മുടെ എണ്ണമറ്റ പ്രവൃത്തികളിൽ നിന്നും വമിക്കുന്ന കാർബൺ ഡയോക്സൈഡ് മൂലം ഉയരുന്ന അന്തരീക്ഷോഷ്മാവിൽ നിന്നും തുടങ്ങുന്നു ഭൂമിയുടെ എല്ലാ പ്രശ്നങ്ങളും. ഉരുകി വീണുകൊണ്ടിരിക്കുന്ന മഞ്ഞുമലകളും സ്വന്തം രസതന്ത്രം പോലും നഷ്ടമായ കടലും ഭൂമി എന്ന വീട്ടിലെ ഓരോ മനുഷ്യനിൽ നിന്നും പരിഹാരക്രിയകൾ ആവശ്യപ്പെടുന്നു. പരിഹാരങ്ങളുടെ ഇത്തരം ഗ്ലോബൽ ശ്രമങ്ങൾ യാഥാർത്ഥ്യമാകുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഇത്തിരി പോന്ന ശ്രമങ്ങളും അർത്ഥവത്താവുകയുള്ളൂ. ഒരുപാട് മുറികളുള്ള ഒരു വീടിന് തീ പിടിച്ചാൽ അതിലെ ഒരു മുറിയെ മാത്രമായി രക്ഷപ്പെടുത്താനാവില്ല. എത്ര മഴ നനഞ്ഞാലും ഒന്ന് തണുത്തു വിറയ്ക്കാൻ കഴിയാത്ത കേരളത്തിലെ പെരുമഴയിലെ കുടച്ചോട്ടിലും എന്തിന് കുളിമുറികളിലെ ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ പോലും വിയർക്കുന്ന നമുക്കും ഇപ്പോഴും നമ്മുടെ മുന്നിൽ മഴയായി പൊഴിയുന്ന പ്രകൃതിയുടെ കനിവ് എല്ലാം മറന്ന് ആസ്വദിച്ചിരിക്കുന്നതിനുള്ള അർഹത നഷ്ടമായിരിക്കുന്നു എന്ന അറിവ് തന്നെയാകട്ടെ ഈ മഴക്കാല ചിന്ത. ഹൃദയം തൊടുന്ന മറ്റൊരു വാർത്തയുടെ പുനർവായനയുമായി ന്യൂസ് ബാൻഡിൽ വീണ്ടും കാണാം. ഞാൻ ഗോപിക സുനിൽ. ബൈ.